ആകാശവാണി കവരത്തി. ആകാശവാണി കവരത്തിയുടെ ഇമ്മണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോൻ്റെ? മുഹമ്മദ് റിഫായ് എം. മുഹമ്മദ് റിഫായ് ഏത് ദ്വീപിൽ നിന്നാണ് വരുന്നത്? ജദ്ദിലാത്ത്. മോനിപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ്? ഗവൺമെന്റ് JB ജദ്ദിലാത്ത് സ്കൂൾ. മോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ അനിയനും പിന്നെ എൻ്റെ വലിയമ്മയും എൻ്റെ വലിയപ്പയും എൻ്റെ മാമനും എൻ്റെ ഇളയമ്മയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ പേരുണ്ടല്ലേ വീട്ടില്. ഉം. ഉമ്മയുടെ പേരെന്താ? ഹസനത്ത്. ഉമ്മ എന്താ ചെയ്യുന്നത്? ഉമ്മ ടീച്ചർ ഹൈസ്കൂള് മറ്റേ പണിയെടുക്കണ്ടേ. ഏത് ക്ലാസ്സിലൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഉമ്മ 6ലും 7ലും പഠിപ്പിക്കുന്നു. ഓക്കെ. ഇപ്പോഴുടെ പേരെന്താ? അബ്ദുറഹ്മാൻ. ഉപ്പ എന്താ ചെയ്യുന്നത്? ഉപ്പ നേവൽ ബേസില് ജോലി ചെയ്യുന്നു. ചേത്തലാത്ത ദ്വീപിൽ തന്നെയാണോ? ഇപ്പൊ ചേത്തിലാത്തത്. മുമ്പ് എവിടെയായിരുന്നു? മുമ്പ് കവരത്തി. ഇന്ന് മണിബല ലോകത്തിൽ എന്ത് പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്? പാട്ടും കഥയും. നമുക്കെന്നാ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ ആദ്യം? അസ്സലാമലൈക്കും. കാറ്റും കുയിലും തഹലേലോതി പരിൽ ചുറ്റിയ മധുമാസം, കാലത്തിന്റെ പാപം കഴുകാൻ പടപ്പിനായി റമളാൻ മാസം. കാറ്റും കുയിലും തഹലേലോതി പരിൽ ചുറ്റിയ മധുമാസം, കാലത്തിന്റെ പാപം കഴുകാൻ പടപ്പിനായി റമളാൻ മാസം. മെയ്യും മനസ്സും ആത്മീയതയുടെ കയ്യിലെ തസ്ബീഹ് നൂലാകും. മെയ്യും മനസ്സും ആത്മീയതയുടെ കയ്യിലെ തസ്ബീഹ് നൂലാകും. ചെയ്യും നന്മയ്ക്ക് 70,000 കൂലി റബ്ബ് നമുക്കേകും. ചെയ്യും നന്മയ്ക്ക് 70,000 കൂലി റബ്ബ് നമുക്കേകും. 30 നാളിലെ നോമ്പിൻ പോരിശ കഥയിലൊന്ന് മുതുങ്ങൂല. 30 നാളിലെ നോമ്പിൻ പോരിശ കഥയിലൊന്ന് മുതുങ്ങൂല. മുത്ത് റസൂലൊന്ന് പാതിരാവിലും മുസല്ല വിട്ടിറങ്ങിയിട്ടില്ല. മുത്ത് റസൂലൊന്ന് പാതിരാവിലും മുസല്ല വിട്ടിറങ്ങിയിട്ടില്ല. കാറ്റും കുയിലും തഹ്ലീലോതി പരിൽ ചുറ്റണ മധുമാസം, കാലത്തിന്റെ പാപം കറുകാൻ പടപ്പിനായി റമളാൻ മാസം. നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. പാട്ട് എവിടെന്നാ പഠിച്ചത്? ഉമ്മ പഠിപ്പിച്ച്. പിന്നെ വീട്ടിൽ കുറെ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ. അവരൊക്കെ പേരറിയോ? അതെ. പരിചയപ്പെടുത്തോ വീട്ടുകാരെ ഒന്ന്? അതെ. വലിയാപ്പയുടെ പേര് അറ്റക്കോയ, വലിയമ്മയുടെ പേര് ഹാജറ, അങ്കിളിന്റെ പേര് അസ്ഹർ, ആന്റിയുടെ പേര് ഷഹനാസ്, എന്റെ ആന്റിയുടെ മോളുടെ പേര് ഹെൻസ, എന്റെ അനിയന്റെ പേര് ദിയാൻ. ദിയാൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? നേഴ്സറി. റിഫായ് ഇപ്പൊ 3ാം ക്ലാസ്സിലാണല്ലേ? അതെ. റിഫായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആരാ പഠിപ്പിക്കുന്നേ? ഫിറോസ്. ഫിറോസ് സാറാണോ? അതെ. പിന്നെ ഏതാ ഇഷ്ടം? പിന്നെ മാത്സ്. മാത്സ് ആരാ എടുക്കുന്നേ? അറ്റക്കോയ സാർ. ഇത് 2 വിഷയമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെ. റിഫായ്ക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടോ? അതെ. പേരെന്താ കൂട്ടുകാരുടെ? അസിം, യാഫി, അഹിയാൻ, അസാൻ, അസീൽ, റയാൻ, അമൻ, ഹക്ക്. അപ്പൊ കുറേ കൂട്ടുകാരുണ്ടല്ലോ. അതെ. നിങ്ങൾ കൂട്ടുകാരോടൊപ്പം എന്താ ചെയ്യാറ്? വൈകുന്നേരങ്ങളിൽ കളിക്കാറൊക്കെ പോകാറുണ്ടോ? കളിക്കും. ഫുട്ബോളും അങ്ങനത്തെ കുറെ, ക്രിക്കറ്റും അങ്ങനത്തെ എല്ലാം കളിക്കും. നിങ്ങളുടെ ദ്വീപിലെ സ്പെഷ്യലൊക്കെ എന്ത് കളിയാ കളിക്കാറ്? അസീസും ക്രിക്കറ്റും ഫുട്ബോളും മറഞ്ഞ കളിയും ക്യാരം ബോർഡും ലുഡോയും ചെസ്സും. കുറേ കളിക്കാറുണ്ടല്ലേ? അതെ. ഇനി നമ്മുടെ വലിയ ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? കവിത. കൂട്ടുകാർക്ക് വേണ്ടി നമുക്കൊരു കവിത ചൊല്ലിയാലോ? ഇന്ത്യക്കാട് ബാലചന്ദ്രന്റെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് എന്ന കവിതയാണ്
ഞാൻ ചൊല്ലാൻ പോകുന്നത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസിലാണെങ്കിവിടെ എല്ലാ മലകളും. തണലു കിട്ടാൻ തപസിലാണെങ്കിവിടെ എല്ലാ മലകളും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യനോ? ദാഹനീരിന് നാവ് നീട്ടി വരണ്ട പുഴകൾ സർവവും. ദാഹനീരിന് നാവ് നീട്ടി വരണ്ട പുഴകൾ സർവവും. കാറ്റ് പോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. കാറ്റ് പോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ അന്നൻ പിറവിലായ വിത്തുകൾ തൻ മന്ത്രണം. ഇവിടെ അന്നൻ പിറവിലാണെങ്കിൽ വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. ധാരായി കവിത പഠിപ്പിച്ചതന്നെ, നല്ല അടിപൊളി കവിതയായിരുന്നു. എന്റെ ബാപ്പ പഠിപ്പിച്ചത്. ഇപ്പൊ പഠിപ്പിച്ച പാട്ടാണല്ലേ? അതെ. പിന്നെ കഥയൊക്കെ പറയാനറിയോ? അതെ. പിന്നെ നിങ്ങളുടെ ചേത്തില്ലാത്ത ദ്വീപിലെ സംസാരം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ ഇവിടെ കവരത്തിയിലെ കാട്ടിയും. ഞാൻ കവരത്തിയിലാണ് പഠിച്ചത്. റിഫായ് എത്രാം ക്ലാസ് തൊട്ടാ കവരത്തിയിൽ പഠിച്ചത്? 1, 2. 1, 2 ക്ലാസ്സും കവരത്തിയിലാണല്ലേ പഠിച്ചത്? ഏത് സ്കൂളില്? JB സൗത്ത് സ്കൂൾ. സൗത്ത് സ്കൂളിലാണോ? അപ്പോൾ ഇപ്പം 3-ാം ക്ലാസ്സിൽ നാട്ടിൽ പോയതാണോ? അതെ. അതെന്താ പോയത്? ട്രാൻസ്ഫർ ആണോ നിങ്ങൾക്ക്? അതെ, ഉമ്മയ്ക്ക് ഇവിടെ ട്രാൻസ്ഫർ കിട്ടിയതാണ്. അതും ഞാൻ ഉമ്മയുടെ പോയത്. ഉമ്മ ടീച്ചറല്ലേ, അപ്പോൾ ഉമ്മ എടുക്കുന്നുണ്ടോ റിഫായ്ക്ക് എന്തെങ്കിലും സബ്ജക്റ്റ്? ഉമ്മ ഹൈസ്കൂൾ വലിയ സ്കൂളാണ് പഠിപ്പിക്കുന്നത്. ഉമ്മ വേറെ സ്കൂളിലാണല്ലേ? അതെ. കൂടുതലും പഠിക്കാനൊക്കെ ഉമ്മ ആയിരിക്കുമല്ലേ സഹായിക്കുന്നത്? അതെ. നിങ്ങളുടെ അവിടുത്തെ ഭാഷ അറിയോ അപ്പോൾ ചേത്തില്ലാത്ത ദ്വീപിന്റെ? അറിയാം. എന്തെങ്കിലും ഒന്ന് സംസാരിച്ചേ അവിടത്തെ? നിങ്ങൾ അച്ചക്ക് പോണ്ട, ഇച്ചക്ക് വാ, ഇച്ചക്ക് ലൈ. അല്ലെ, അച്ചേക്കെന്ന് പറഞ്ഞാൽ എന്താ അങ്ങോട്ട് പോകുന്നതാണല്ലേ? അതെ. ഇച്ചേക്കെന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് വരുക. ഇങ്ങോട്ട് വരികയാണല്ലേ? അതെ. പിന്നെ വേറെ എന്തൊക്കെയാണ് അവിടെ പ്രത്യേകിച്ച്? ഇവിടെ നല്ല ചൂടാണ്, ഇടയ്ക്കും മഴ പെയ്യും. ഇപ്പൊ ഇടക്ക് മഴ പെയ്യാറുണ്ട്, ഇടക്ക് ചൂടാണല്ലേ? അതെ. ഇനി കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞാലോ? പറയാലോ. നമുക്കെന്നാ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ കേൾക്കാം. മുത്തശ്ശി മരം. പണ്ട് പണ്ട് ഒരു കാട്ടിൽ കുറേ മരങ്ങളുണ്ടായിരുന്നു. ആ മരത്തിനെല്ലാം പൊക്കവും ഉയരവും ഭംഗിയും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മരത്തിന് മാത്രം ഭംഗിയും പൊക്കവും ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ഭംഗിയുള്ള എല്ലാ മരവും പൊക്കം കുറഞ്ഞ മരത്തിനെ കളിയാക്കും. അയ്യേ, നിന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ല, നിന്നെ എന്തിനു കൊള്ളാം, അങ്ങനെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അപ്പോൾ പാവം കരയുമായിരുന്നു കുട്ടിമരം. ഒരു ദിവസം ആ കാട്ടിൽ മരം വെട്ടുകാരൻ വന്നു. ആ മരം വെട്ടുകാരൻ നല്ല നല്ല മരം നോക്കി വെട്ടാൻ തുടങ്ങി. അപ്പോൾ ചെറിയ മരം പേടിച്ച് നിന്നു. അയ്യോ, ഇനി നിന്നെയും വെട്ടുമോ, അങ്ങനെ ഏറ്റു പേടി. അപ്പോൾ മരം വെട്ടുകാരൻ വന്ന താഴെ തൊട്ട് മേല് വരെ നോക്കി. അയ്യേ, ഇതിന് വെട്ടിട്ട് എന്ത് കാര്യമാ, ഇതിനൊട്ടും പൊക്കമില്ല, ഇത് വെട്ടിട്ട് എന്തുണ്ടാക്കാനാ, അങ്ങനെ പറഞ്ഞു മരം വെട്ടുകാരൻ വലിയ മരങ്ങളും വെട്ടി എന്നിട്ട് പോയി. എന്നിട്ട് പൊക്കം കുറഞ്ഞ മരത്തിന് സന്തോഷം വന്നു. ഇക്കഥയിൽ നിന്ന് നമുക്കെന്ന് മനസ്സിലാക്കാം, ആരെയും ശല്യമാക്കുവാനും കളിയാക്കുവാനും പാടില്ല. ദൈവം എല്ലാവർക്കും നന്മയ്ക്കാണ് സൃഷ്ടിക്കുന്നത്. അടിപൊളി കഥയായിരുന്നു. താങ്ക് യു. റിഫായ് മോൻ വീട്ടിലിരിക്കുമ്പോൾ എന്താ ചെയ്യാറ്, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ? കളറിങ്ങും ഡ്രോയിങ്ങും ചെയ്യണ്ട. ഏത് തരം ഡ്രോയിങ്ങാ വരയ്ക്കാൻ ഇഷ്ടം കൂടുതലും?
സൂപ്പർ ഹീറോസും സീനറി എല്ലാം വരയ്ക്കേണ്ടത്. ആ, കളറിങ് ഭയങ്കര ഇഷ്ടമാണോ? അതെ. അവസാനമായി നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ? എന്റെ റസൂലിനെ കാണാം എന്തു രസം, എന്റെ ഹബീബിനെ കാണാം എന്തു ചന്തം, ആമിനാന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളാന്റെ തേൻ മോനെ. എന്റെ റസൂലിനെ കാണാം എന്തു രസം, എന്റെ ഹബീബിനെ കാണാം എന്തു ചന്തം, ആമിനാന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളാന്റെ തേൻ മോനെ. മക്കയെല്ലാവർക്കും അൽ അമീനെ, മണ്ണിലെ റഹ്മത്തുൽ ആലമീനെ. മക്കയെല്ലാവർക്കും അൽ അമീനെ, മണ്ണിലെ റഹ്മത്തുൽ ആലമീനെ. മുത്ത് മുഹമ്മദ് റസൂലേ, കൽബിൻ സത്തായ ത്വാഹ റസൂലേ. എന്റെ റസൂലിനെ കാണാം എന്തു രസം, എന്റെ ഹബീബിനെ കാണാം എന്തു ചന്തം, ആമിനാന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളാന്റെ തേൻ മോനെ. മദീന റൗളേ മയങ്ങിടുന്ന മതിപ്പോലൊളിലങ്കും പൂമുഖമേ. മദീന റൗളേ മയങ്ങിടുന്ന മതിപ്പോലൊളിലങ്കും പൂമുഖമേ. എന്നും എനിക്കിനാവിൽ വരണേ, നബിയാ ചുണ്ടുകൊണ്ടൊരു മുത്തം തരണേ. എന്റെ റസൂലിനെ കാണാം എന്തു രസം, എന്റെ ഹബീബിനെ കാണാം എന്തു ചന്തം, ആമിനാന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളാന്റെ തേൻ മോനെ. നല്ല അടിപൊളിയായിട്ട് റിഫായ് മോൻ പാടുന്നുണ്ട്. താങ്ക് യു. ഞാൻ 1ാം ക്ലാസ് തന്നെ പഠിച്ചതാണിത്. 1ാം ക്ലാസ് പഠിക്കുമ്പോൾ പഠിച്ച പാട്ടാണല്ലേ? അതെ, മദ്രസയിലൊക്കെ റബീഉൽ അവ്വലിനെല്ലാം പാടിയ പാട്ടാ. സമ്മാനമൊക്കെ ഫസ്റ്റ് എല്ലാം കിട്ടി. മാഷാ അല്ലാ, നല്ലതുപോലെ ഇനിയും ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടട്ടെ. ആമീൻ. റിഫായ് മോൻ മിമിക്രി ഒക്കെ നടത്താന്ന് അറിഞ്ഞല്ലോ. ആ, ചെറുതായിട്ട്. ചെറുതായിട്ടൊരു മിമിക്രി നമുക്കിതിവിടെ അവതരിപ്പിക്കാം അല്ലേ? ആ, ഫസ്റ്റ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പൂച്ച. മ്യാവ്, മ്യാവ്, മ്യാവ്. അടുത്തത് ആട്. അടുത്തത് കാക്ക. അടുത്തത് കുരങ്ങ്. അടുത്തത് ട്രെയിൻ. അടുത്തത് സിംഹം. അടുത്തത് പന്നി. അടുത്തത് കുയിൽ. ഇവിടെ എന്റെ മിമിക്രി അവസാനിക്കുന്നു. മിമിക്രി ഒക്കെ അടിപൊളിയായിരുന്നു. ഇതാരാ മിമിക്രി ഒക്കെ പഠിപ്പിച്ചു തരുന്നത്? താനേ പഠിച്ചത്. തനിയെ പഠിച്ചതാണല്ലേ? അതെ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. ഇനി സ്കൂളിൽ പോയാ പറഞ്ഞു കൊടുക്കോ ഇങ്ങനെ ഇമ്മിണിബല ലോകത്തില് പങ്കെടുത്തത്? ഞാൻ പറഞ്ഞു കൊടുക്കാം. റിഫായ് മോന്റെ പാട്ടും കഥയും കവിതയും മിമിക്രിയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീട്ടിലുള്ള എല്ലാവർക്കും അന്വേഷണം പറയണം കേട്ടോ. ആ, പറയാം. ഓക്കെ, അപ്പോൾ ഇമ്മിണിബല ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചേണ്ടിപ്പുര.